ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് കാത്തു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചക്ക വയണയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ചക്ക വെച്ചിട്ടുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പിന്നെ ഇവിടെ കുറച്ച് പഴുത്ത ചക്കച്ചുളകൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഇവിടെ ശർക്കര ഒരു വലിയ കഷ്ണം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ചെറിയ പീസസ് ആക്കി മാറ്റണം. ഇപ്പോൾ ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ കുറച്ച് ശർക്കര മതി. ഇപ്പം മധുരം കുറവാണെങ്കിൽ നല്ലതുപോലെ ശർക്കര എടുക്കാം. ഇനി ഈ ചക്ക നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഇപ്പോൾ കുറച്ച് ചക്ക ഇട്ടൊന്ന് ആ നെയ്യുമായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷമാണ് മുഴുവൻ ചക്ക ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ചക്ക ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ആ നെയ്യിൽ കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് വരണ്ട് കിട്ടണം. എന്നിട്ട് നമുക്ക് ബാക്കി ചക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വരണ്ട് വന്നതിന് ശേഷം ബാക്കി ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വരും നെയ്യ്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഈ ചക്ക ഒന്ന് വരണ്ട് കിട്ടണം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, ഇത് ഏകദേശമൊക്കെ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം വേണം നമ്മളിതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട്. എൻ്റെ 1/2 ടീസ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം ചേർത്തത്. അതും ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ശർക്കര ആണ്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ശർക്കര നേരിട്ട് മെൽറ്റ് ചെയ്തൊന്നും ഒഴിക്കേണ്ട, ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ ആ ഒരു ചക്കയുടെയും ആ പാത്രത്തിൻ്റെയൊക്കെ ചൂടടിച്ച് അതൊന്ന് മെൽറ്റായി വന്നോളും. അതിൽ തന്നെ കിടന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. എല്ലാം ഒന്ന് മിക്സായി കിട്ടുന്നതോടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഇപ്പം ചക്കയും ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്നുണ്ട്. ഉണ്ടല്ലോ, ഒന്ന് തിളച്ച് വരുന്നുണ്ട്, ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിത് ഇളക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതേപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യ് വീതം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ള ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇളക്കിയെടുക്കുന്നത്. കണ്ടില്ല, ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനിയും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് വരണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഇനി ആവശ്യത്തിനടുത്ത് നമുക്ക് ചക്ക വയണയപ്പം ഉണ്ടാക്കാം. ഇതിപ്പം നല്ലതുപോലെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിനടുത്ത് ഉണ്ടാക്കാം. ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ ഒരു നനവില്ലാത്ത ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. അതേപോലെ ചെയ്തെടുത്താൽ ഞാനിപ്പോൾ എനിക്ക് ആവശ്യത്തിന് കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറിയ തേങ്ങ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ വയണയപ്പം അരിപ്പൊടി കൊണ്ടല്ല ഉണ്ടാക്കുന്നത്, റവ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. റവയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. എല്ലാം നന്നായിട്ട് മിക്സായി വരുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സാക്കി കൊടുക്കേണ്ടത്. കണ്ടില്ലേ, ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ വയണയില എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചക്കയുടെ അത് വെച്ച് കൊടുക്കാം. ഇനി അത് ഇതേപോലെ അങ്ങ് മടക്കി വെച്ച് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. നന്നായിട്ട് വെന്ത് കിട്ടും അങ്ങനെ വയ്ക്കുമ്പോൾ. ഇതേപോലെ ബാക്കിയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഇഡ്ഡലി കൂട്ടത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചക്കയും നമ്മുടെ ചക്ക വയണയപ്പത്തിൻ്റെതും വെച്ച് കൊടുത്ത് ഒരു 25 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം.
നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നത് വരെ. അതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു സമയമാകുമ്പോൾ നമുക്ക് തുറന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണ് ഈ റെസിപ്പി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.